സോ ഗൈസ്, ഒരു 2 വീക്സ് യൂസ് ചെയ്ത് ഒരു 1000+ കിലോമീറ്റേഴ്സ് ഓടിച്ചതിന് ശേഷം നമുക്ക് തോന്നിയിട്ടുള്ള നെഗറ്റീവ്സ് ആണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് തിങ് തന്നെ ഇതിൻ്റെ ഈ കീ ആണ്. ഈ കീ കണ്ട എല്ലാവർക്കും അറിയാം, മാരുതി സുസുക്കിയുടെ എല്ലാ വണ്ടിക്കും ഈ സെയിം കീ തന്നെയാണ് വരുന്നത്. ഒരു റൈഡ് കംഫർട്ട് നോക്കുകയാണെങ്കിൽ ഭയങ്കര മോശം ഒരു റൈഡ് കംഫർട്ടാണ് ഈ വണ്ടിക്ക് വരുന്നത്. മോശം റൈഡ് കംഫർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്കിലിരിക്കുന്നവർക്ക് ഭയങ്കര ബൗൺസിയാണ്. ഞാൻ ഓൾറെഡി വേറൊരു വീഡിയോ ചെയ്തിരുന്നു. ഡ്രൈവർക്ക് പിന്നെയും കുറച്ചും കൂടെ കംഫർട്ടുണ്ട്. സോ റൈഡ് കംഫർട്ട് ഭയങ്കര മോശമാണ്. പിന്നെ ഇതിൻ്റെ സ്റ്റിയറിംഗ്, ഈ ഒരു സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് ഒരു 3 ഡിജിറ്റ് സ്പീഡിലൊക്കെ ഭയങ്കര സ്കെയറിയാണ്, ഭയങ്കര ലൈറ്റാണ്. അതേപോലെ തന്നെ റിട്ടേൺ ടു പൊസിഷൻ, നമ്മളിപ്പോൾ നിർത്തി യൂട്ടേൺ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ വണ്ടി നിർത്തിയിട്ട് ടേൺ ചെയ്യുമ്പോഴോ ഒക്കെ റിട്ടേൺ ടു പൊസിഷൻ ഭയങ്കര ഡിലേ ആണ്. അത് ചില സമയത്ത് വരില്ല. അപ്പം അത് ഒരു നെഗറ്റീവാണ്. പിന്നെ നമുക്ക് സ്റ്റോറേജ് സ്പേസിലേക്ക് വരും. കാണുന്ന കപ്പുകളിൽ നമുക്ക് ഒരു വലിയ 1 ലിറ്റർ ബോട്ടിലൊന്നും സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അതേപോലെ ബാക്കിലെ ഡോറിൽ വരുന്ന സ്റ്റോറേജും കുറവാണ്. അതിന് നമുക്ക് ചെറിയ ബോട്ടിൽസ് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ UI ഇത് ഇച്ചിരി ലാഗിയാണ്. അത്യാവശ്യം നല്ല UI ഒക്കെയാണ്, ബട്ട് ഇറ്റ് ഈസ് ലാഗി. പിന്നെ റൈഡ് കംഫർട്ട് കുറച്ചും കൂടെ അവർക്ക് ബെറ്റർ ആക്കാൻ പറ്റും. സസ്പെൻഷൻ കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു. ഈ വിറ്റാരയുടെ ഗ്രൂപ്പ്സിലൊക്കെ അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ കമ്പനിയായിട്ട് അവർ സംസാരിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് നോട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ഒരു റീകോളൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ഇതിൻ്റെ സീറ്റിന് ലംബാർ സപ്പോർട്ടൊന്നുമില്ല. വളരെ ബേസിക് ആയിട്ടുള്ള സീറ്റാണ്. അതും എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയതാണ്. പിന്നെ വേറൊരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നമുക്ക് റണ്ണിങ് ടൈമിൽ നമുക്ക് റീജനറേഷൻ ലെവൽസ് അപ്ഡേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. നമുക്ക് വണ്ടി നിർത്തിയാൽ മാത്രമേ പറ്റുള്ളൂ. അതും അവർക്ക് ഒരു റൺ ടൈമിൽ കൊടുക്കാമായിരുന്നു തോന്നി. പിന്നെ ഒരു മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈ സ്ക്രീനിൽ കോൾ വന്നാലും നമുക്ക് സ്ക്രീനിൽ കോൾ നമുക്ക് എടുക്കാനും റിജക്റ്റ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. നമുക്ക് സ്റ്റിയറിംഗിൽ ഒരു ബട്ടണിലും നമുക്ക് കോൾ അക്സെപ്റ്റ് ചെയ്യാനോ റിജക്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവർ കൊടുത്തിട്ടില്ല. പിന്നെ പറയാനുള്ളത് അതിൻ്റെ ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ കണ്ടില്ല. ഇത് നമുക്കിപ്പോൾ ഇൻഫോ ബട്ടൺ യൂസ് ചെയ്ത് നമുക്ക് ഓഫ് ചെയ്യാം. പക്ഷേ നെക്സ്റ്റ് ടൈമും അത് സൗണ്ട് കേൾക്കില്ല. നമ്മൾ വീണ്ടും ആ ഒരു ബീപ്പ് വരുമ്പം നമ്മൾ ഓണാക്കിയാൽ മാത്രമേ ആ സൗണ്ട് വീണ്ടും കേൾക്കൂ. ഇപ്പോൾ വൺ ടൈം ഇപ്പോൾ ഞാൻ ഇപ്പോൾ ട്രാഫിക്കിൽ നിൽക്കുകയാണ്, എനിക്ക് ഈ സൗണ്ട് ഓഫ് ചെയ്യണം, ഡിസ്റ്റർബിങ് ആണെങ്കിൽ എനിക്ക് ഓഫ് ചെയ്താൽ അത് നെക്സ്റ്റ് ടൈം വീണ്ടും അത് ബീപ്പ് ചെയ്യണം. അതാണ് അതിൻ്റെ ഒരു റൈറ്റ്. പിന്നെ നമുക്ക് ഈ ഡോർ പാഡിലുള്ള പ്ലാസ്റ്റിക് ഈ സംഭവം ഉണ്ടല്ലോ, ഇതൊക്കെ ഭയങ്കര സ്ക്രാച്ചിയാണ്. കണ്ടോ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാതിരിക്കും. നമ്മൾ ജസ്റ്റ് വിരലുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് പാടുകളൊക്കെ വരുത്താൻ പറ്റും. പിന്നെ തുടച്ചാൽ പോകത്തില്ല. എന്തെങ്കിലും വെറ്റ് ടവൽ കൊണ്ട് തന്നെ നമ്മളത് ക്ലീൻ ചെയ്യേണ്ടി വരും. സോ അങ്ങനെയൊരു പ്രശ്നം ഉണ്ട്. പിന്നെ ഓൾ ഓവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഭീകരമായ നെഗറ്റീവ്സ് ഒന്നും എനിക്ക് പറയാനില്ല. ബാക്കിയെല്ലാം വണ്ടി നമുക്ക് ഓക്കെയാണ്. സോ ഇഫ് യു ഗൈസ് പ്ലാൻ ടു ബൈ ആൻ e-Vitara, let me know in the comments and like, share and follow. Thank you. Bye bye.